ശിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം 8. രാത്രി കുറെ വൈകിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. ഹരിയുടെ ദേഷ്യം നിറഞ്ഞ മുഖം അവളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ തുടങ്ങിയപ്പോൾ അവൾ കഥ എഴുതാൻ തുടങ്ങി. എല്ലാത്തിലും നിന്നൊരു ഒളിച്ചോട്ടം പോലെ. കാവൽക്കാരനുമായി സംസാരിക്കാൻ അവളുടെ മനസ്സ് ആഗ്രഹിച്ചു. ഒരു ഒളിച്ചോട്ടം അപ്പോൾ ആവശ്യമായി തോന്നി. അവന്റെ വാക്കുകൾ പലപ്പോഴും ശക്തിയാണ്. അവൻ ഓൺലൈൻ ഇല്ല എന്ന് കണ്ട് വീണ്ടും നിരാശ തോന്നി. കുറെ നേരം അപ്പനുമായി സംസാരിച്ചു. കുറച്ച് ആശ്വാസം തോന്നിയെങ്കിലും വീണ്ടും വീണ്ടും അവള് ഹരിയോട് പറഞ്ഞതും അവൻ അവളോട് പറഞ്ഞതും മനസ്സിൽ കിടന്ന് കലപില കൂട്ടി. ലിസി പറഞ്ഞു കഴിഞ്ഞാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത് ഹരിയിൽ വന്ന മാറ്റം. നന്നായി മനസ്സിലായെങ്കിലും അറിഞ്ഞതായി ഭാവിച്ചില്ല. അങ്ങനെ എന്തൊക്കെയോ കുത്തിക്കുറിച്ചും ഓർമ്മകൾ തലോടിയും എപ്പോഴോ അവളും ഉറങ്ങി. രാവിലെ ഡ്യൂട്ടിക്ക് പോകണ്ട എന്നോർത്ത് സമാധാനത്തോടെ മിഷേൽ കുറച്ചു നേരം കൂടി കിടന്നു. ഇനി 3 ദിവസം കൂടി ലീവ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞു പോയാൽ മതി. നേരത്തെ നാട്ടിൽ നിന്നും തിരിച്ചു വന്നതിന്റെ ആശ്വാസവും വിഷമവും ഉണ്ട്. കണ്ണുകൾ വീണ്ടും അടച്ചപ്പോൾ അവൾ അറിഞ്ഞു പുതപ്പിനടിയിൽ കൂടി അവളെ ഒട്ടിയുരുമി വരുന്ന ഒരു സ്നേഹച്ചൂട്. മിഷേലിന്റെ കണ്ണുകൾ അടഞ്ഞിരുന്നെങ്കിലും ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. മിഷ്ടിക്കുട്ടി, അമ്മയുടെ പൊന്നോ, കൂടെ കിടക്കാൻ വന്നതാണോ? വാ പെണ്ണേ, നമുക്ക് രണ്ടും ഇന്ന് പതിയെ ഉണർന്നാ മതി. അതും പറഞ്ഞ് അവളെയും കെട്ടിപ്പിടിച്ച് മിഷേൽ വീണ്ടും കിടന്നു. എത്രയോ ദിവസമായി കൂടെ കിടക്കാൻ കിട്ടാത്ത പരിഭവവും സ്നേഹവും എല്ലാം അവൾ മിഷേലിന്റെ മുഖത്ത് മൂക്കിട്ടുരച്ചും അവളെ നക്കിയും തീർത്തു. രണ്ടുപേരും കുറെ നേരം പരിഭവം പറഞ്ഞു, പരസ്പരം സമാധാനിപ്പിച്ച് കിടന്നു. അപ്പോഴാണ് ഡോർബെൽ അടിച്ചത്. ഇഷ്ടക്കേടോടെയാണ് അവൾ വാതിൽ തുറന്നത്. ആര്? ലിസിയോ? എന്താടി രാവിലെ? ഉറങ്ങാനും സമ്മതിക്കില്ല പെണ്ണ്. ഡി, ഇന്നലെ രാത്രി ഉറങ്ങാൻ താമസിച്ചു, അതുകൊണ്ട് ഉണരാനും. നീ വീട്ടിലുണ്ടല്ലോ, അതാണൊരാശ്വാസം. അത് ഹരിയേട്ടന് വയ്യ, ഒരു പനിക്കോള്. കുറച്ച് കഞ്ഞി കൊടുക്കണേ. ഇന്നലെ രാത്രി ഞാനും ടോമിച്ചനും അവിടെ ആയിരുന്നു. BP കൂടിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? പ്രായമായി എന്ന ചിന്ത ഒന്നുമില്ലല്ലോ ആ മനുഷ്യന്. ഞാൻ രാവിലെ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞതാണ്, പക്ഷെ സമയമില്ല. അല്ലെങ്കിലും പുള്ളിക്ക് നിന്റെ കഞ്ഞിയാകും കൂടുതൽ ഇഷ്ടം. ലിസി, വേണ്ട. രാവിലെ തന്നെ നീ വേണ്ടാത്തത് പറയണ്ട. BP കൂടുതലാണോ? എന്തായാലും ഞാൻ നോക്കാം. എന്താ ഇപ്പൊ പെട്ടെന്ന് BP കൂടാൻ? എന്റെ പെണ്ണേ, ഇന്നലത്തെ കാര്യം ഒന്നും പറയണ്ട. രാത്രി ടോമിച്ചിനെ അടുത്തിരുത്തി നിന്റെ കുറേ കുറ്റം പറഞ്ഞു. വേറെ ഒന്നുമല്ല, നിനക്ക് ഹരി മാത്രം അന്യനാണെന്ന്. ശരിടി, പോട്ടെ. ഇപ്പൊ ടോമിച്ചൻ വിളി തുടങ്ങും. ബാക്കി ഞാൻ വന്നിട്ട് പറയാം. ഡി, ജൂഹി വന്ന ഫ്രിഡ്ജിൽ ഫുഡ് വെച്ചിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. അത് വേണ്ട, ഞാൻ ഇവിടുന്ന് കൊടുത്തോളാം. പാവം, തണുത്തത് കഴിക്കണ്ട. ലിസി പോയപ്പോൾ തന്നെ മിഷേൽ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന പൊടിയിലെടുത്ത് കഞ്ഞി ഉണ്ടാക്കാനായി അടുപ്പത്ത് വെച്ചു. പപ്പടം എടുത്ത് ഫോർക്കിൽ കുത്തി ചുട്ടെടുത്തു. പിന്നെ കുറച്ച് ബീൻസ് തോരനും ഉണ്ടാക്കി. കുറച്ച് ചമ്മന്തിയും എടുത്തു. ഇത് മതി. ആവശ്യമില്ലാതെ എണ്ണ കഴിച്ച് വീണ്ടും BP കൂട്ടണ്ട. കുറെ നേരം ബെല്ലടിച്ചിട്ടും വാതിൽ തുറക്കാതെ ആയപ്പോൾ മിഷേലിന് ചെറിയ പേടി തോന്നി. പിന്നെ ഫോൺ എടുത്ത് ഹരിയുടെ നമ്പർ ഡയൽ ചെയ്തു. 3ാമത്തെ കോൾ ചെന്നപ്പോഴാണ് അവൻ ഫോൺ എടുത്തത്. ഈ നേരം കൊണ്ട് മിഷേൽ നന്നായി വിയർത്തു പോയിരുന്നു. ഇനി വല്ലതും പറ്റിയോ? ഹലോ ഹരിയേട്ടാ, എവിടെയാണ്? എന്താ വാതിൽ തുറക്കാത്തത്? ഹലോ മിഷേൽ, ഞാനൊന്ന് ഉറങ്ങിപ്പോയി, ഇപ്പൊ വരാം. വാതിൽ തുറന്ന് ഹരി കണ്ടത് ആകെ ഭയന്ന് നിൽക്കുന്ന മിഷേലിനെയാണ്. സോറിഡോ, രാത്രി ഉറങ്ങിയില്ല, അതുകൊണ്ട് ഉറങ്ങിപ്പോയി. അകത്തേക്ക് കയറി അവൾ അവനെ ഒന്ന് നോക്കി. നല്ല ക്ഷീണമുണ്ട്. സാബ് ഫ്രഷായി വാ, ഞാൻ കഞ്ഞിയെടുക്കാം. അതും പറഞ്ഞ് കിച്ചണിൽ പോയി അവൾ കൊണ്ടുവന്ന കഞ്ഞിയും കറിയും ഒരു പ്ലേറ്റിലെടുത്ത് ടേബിളിൽ വെച്ചു. ഫ്രഷായി വന്ന ഹരി പറഞ്ഞു, ഞാൻ പിന്നെ കഴിച്ചോളാം, ഇപ്പൊ വിശപ്പില്ല. ചായ ഉണ്ടെങ്കിൽ അത് മതി. അതും പറഞ്ഞ് അവൾക്ക് ഓപ്പോസിറ്റ് സോഫയിൽ വന്നിരുന്നു. മിഷേൽ ചായ എടുത്ത് അവന് കൊടുത്തു. ആര് പറഞ്ഞു എനിക്ക് വയ്യാന്ന്? ലിസിയോ? ഇനി കഞ്ഞി കഴിക്കൂ. ഇപ്പൊ വേണ്ടാഞ്ഞിട്ടാണ്, ഞാൻ കഴിച്ചോളാം. അവനെ ഒന്ന് ദേഷിച്ച് നോക്കി അവൾ പോയി കഞ്ഞിയും കറിയും എടുത്തുകൊണ്ടുവന്ന് സെൻട്രൽ ടേബിളിൽ വെച്ചു. പിന്നെ അവനടുത്തായി സോഫയിലിരുന്നു. കഴിക്ക്. എനിക്ക് തലയ്ക്ക് നല്ല ഭാരം മിഷേൽ. അത് BP കൂടിയിട്ടാണ്, മാറിക്കോളും. കഴിക്ക്, മെഡിസിൻ കഴിക്കണ്ടേ? അവൻ ദയനീയമായി അവളെ ഒന്ന് നോക്കി. ശരിക്കും കൊച്ചുകുട്ടികളുടെ മുഖം. അവൾക്ക് പോലും അവന്റെ നോട്ടം കണ്ട് വാത്സല്യം തോന്നി. മിഷി അവന്റെ അടുത്തിരുന്ന് കഞ്ഞിയെടുത്ത് സ്പൂണിൽ കോരി കൊടുത്തു. ഞാൻ തന്നെ കഴിച്ചോളാം. വേണ്ട, ഞാൻ തരാം. വീണ്ടും അവന്റെ മുഖത്ത് ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. വേണ്ട, ആവശ്യമില്ലാത്ത ശീലമൊന്നും എനിക്ക് വേണ്ട. അത് ഞാനും കൂടി ആലോചിക്കാം. ഞാൻ തരുന്നതൊന്ന് വാങ്ങി കഴിച്ചേ.
കൊച്ചു കുട്ടികൾക്ക് പോലും ഇങ്ങനെ വാശിയില്ലല്ലോ, കഴിക്ക്. അവൻ പിന്നെ ഒന്നും പറയാതെ അവൾ കൊടുത്ത കഞ്ഞി കുടിച്ചു. പിന്നെ അവന് മരുന്നും കൊടുത്തു. ഇനി ഞാൻ പോട്ടെ, സാബൊന്ന് ഉറങ്ങിക്കോ, ഞാൻ ഉച്ചയ്ക്ക് വരാം. മിഷേൽ, എൻ്റെ കൂടെ കുറച്ചു നേരം ഇരിക്കാവോ? ഒറ്റയ്ക്ക് ബോറാണ്. ശരി, ഞാൻ ഇവിടെ ഇരിക്കാം, പോയി ഉറങ്ങിക്കോ. എൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞു. താൻ നാട്ടിലെ വിശേഷം പറ, നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാം. നാട്ടിലെന്ത് വിശേഷം? എല്ലാം മംഗളമായി കഴിഞ്ഞു. തൻ്റെ മകൾ? ആദ്യം കുറച്ച് കുറുമ്പൊക്കെ കാട്ടി, പിന്നെ സ്നേഹമായിരുന്നു. അവളുടെ പപ്പയുടെ വീട്ടിൽ പോയില്ലേ? ഇല്ല, സമയം കിട്ടിയില്ല. ഹരി അവളുടെ മുഖത്ത് തന്നെ നോക്കിയിരുന്ന് സ്വയം ചോദിച്ചു, എന്താണ് എന്നെ ഇവളിലേക്ക് അടുപ്പിക്കുന്നത്? ഈ കെയർ ചെയ്യുന്ന സ്വഭാവമാണോ? അങ്ങനെ ചോദിച്ചാൽ ഒരു കാര്യമല്ല. എല്ലാം എനിക്കിഷ്ടമാണ്. ഈ പെണ്ണിൻ്റെ ദേഷ്യം പോലും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ മനസ്സിലാക്കി ഇവൾ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളായി മാറിയെന്ന്. എന്നിട്ടാണ് അവളുടെ ഒരു സദാചാരം. ഞാൻ പിക്ക് ചെയ്യേണ്ട പോലും. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ആണ്. പട്ടാളായാൽ എന്താ, എനിക്ക് മനസ്സില്ലേ, കാണിച്ചു തരാൻ നിന്നെ ഞാൻ. എന്താ സാബ് ഇത്ര ആലോചിക്കുന്നത്? അത് എനിക്ക് മിഷേലിനോട് കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് തൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ടെൻഷൻസ് ഉണ്ട്. താൻ പറയാൻ മടിക്കുന്നത്. അതാദ്യം പറഞ്ഞേ. ഹേ, അങ്ങനെയൊന്നുമില്ല സാബ്. ഒരു കള്ളച്ചിരിയോടെ ഹരി അവളെ നോക്കി ചോദിച്ചു. മനസ്സിലെന്നെ ഹരിയേട്ടൻ എന്നാണ് വിളിക്കുന്നതല്ലേ? ആര്, ഞാനോ? പിന്നല്ലാതെ ആര്, ഞാനോ? അല്ലല്ലോ. അതെങ്ങനെയാണ് മനസ്സിലൊന്നും പുറത്തൊന്നും? ഞാൻ സാബെന്നല്ലേ വിളിക്കുന്നത്. ഹരി അവളെ നോക്കി ഒന്ന് ചിരിച്ചു. വേണ്ട, എന്നോട് മാത്രമാണല്ലേ ഒളിച്ചുകളി. അല്ലെന്നേ, അങ്ങനെയൊന്നും അല്ല. ഞാനെന്താ കൊച്ചുകുട്ടിയോ കള്ളത്തരം കാണിക്കാൻ? ശരി, തൻ്റെ ഫോണിൽ കോൾ റെക്കോർഡിംഗ് ഉണ്ടോ മിഷേൽ? ഉണ്ട്. എന്താ? ഇപ്പോൾ എന്നെ വിളിച്ച കോളൊന്ന് കേട്ടു നോക്ക്. മിഷേലിന് മനസ്സിലായില്ലെങ്കിലും എന്തോ പന്തികേട് തോന്നി. ഓ, എന്ത് കേൾക്കാൻ? ഞാൻ കേൾക്കുന്നില്ല. ഞാൻ കേൾപ്പിക്കാം. അവൻ ഫോണിൻ്റെ റെക്കോർഡിംഗ് ഓൺ ചെയ്തു. ഹലോ ഹരിയേട്ടാ, എവിടെയാണ്? എന്താ വാതിൽ തുറക്കാത്തത്? അത് കേൾക്കുമ്പോൾ അവളുടെ മുഖത്തുണ്ടാകുന്ന മാറ്റം അവൻ സ്നേഹക്കണ്ണോടെ നോക്കിയിരുന്നു. അവൾ നന്നായി ശ്രമിക്കുന്നുണ്ട് അവൻ കാണാതിരിക്കാൻ. ഇത് തൻ്റെ സൗണ്ട് തന്നെയല്ലേ? അതെ. അതിനെന്താ, കുഴപ്പമല്ലതുണ്ടോ? ഞാൻ പറഞ്ഞോ ഉണ്ടെന്ന്. അത് തന്നെ. സാബെന്നോ ഹരിയേട്ടാന്നോ വിളിച്ച പ്രശ്നമൊന്നുമില്ലല്ലോ. അതെ. കുറുമ്പിന് ഒരു കുറവുമില്ല. അപ്പൊ പിന്നെ ഹരിയേട്ടാന്ന് വിളിക്കുന്നതല്ലേ ഒരു സുഖം, അല്ലേ? അത് കേട്ട് അവൾ ചിരിച്ചു. അതൊക്കെ പോട്ടെ, ഇനി പറഞ്ഞേ. എന്ത്? അത് തനിക്കറിയാലോ മിഷേലേ. അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. അത് സാബ്, വേറെ ഒന്നുമല്ല. ജോർജിച്ച എൻ്റെ ചേട്ടത്തി ഇപ്പോൾ ചേട്ടൻ്റെ കൂടെ ഇല്ല. 10 വർഷമായി ആള് കളഞ്ഞിട്ട് പോയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരാഗ്രഹം, ഞങ്ങളുടെ വിവാഹം നടത്താന്ന്. വിവാഹോ? തൻ്റെയോ? എന്നിട്ട് താനെന്തു പറഞ്ഞു? അവൻ്റെ മുഖം മാറിയെങ്കിലും അവനത് അവൾ കാണാതിരിക്കാൻ മുഖം മറച്ചു. ഞാനെന്ത് പറയാൻ? ഇനി ഈ പ്രായത്തിലാണോ വിവാഹം? വേണ്ടാന്ന് പറഞ്ഞു. അവിടെ നിന്നാൽ ശരിയായില്ലാന്ന് തോന്നി. മിലിക്കും അതിഷ്ടമാണെന്ന് തോന്നിയപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഇങ്ങ് പോന്നു. അത് നന്നായി. ഡോ, അപ്പോൾ ഞാനിനി ഒരു വിവാഹം വേണമെന്ന് വിചാരിച്ചാലും നടക്കില്ല അല്ലേ? വിവാഹമല്ല, ഒരു കൂട്ടെങ്കിലും. എനിക്കും പ്രായമായില്ലേ. ഹേ, അങ്ങനെയല്ല. എന്നെ പോലെ അല്ലല്ലോ സാബ്. എന്തായാലും നടക്കും കേട്ടോ. ഞാനൊരു വിധവയാണ്, ഒരു മകളുണ്ട്. സാബിന് അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ. നല്ല പെൺകുട്ടികളെ കിട്ടും. താൻ റെഡിയാണോ? എന്ത്? ഒന്നുമില്ല. അല്ല, തനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ നടക്കുമായിരിക്കും അല്ലേ? ഹരി എഴുന്നേറ്റ് അവളുടെ അടുത്ത് വന്നിരുന്നു. മിഷേൽ, തൻ്റെ വിൻസിച്ചായനേക്കാൾ ഇഷ്ടം തനിക്ക് എന്നോടാണെന്ന് താൻ പറയാതെ തന്നെ എനിക്കറിയാം. അതുപോലെ തനിക്കും അറിയാം എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന്. സാബ് എന്താ ഈ പറയുന്നത്? അവൾ അതിശയിച്ച് അവനെ നോക്കി. മിണ്ടരുത്, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഇനിയും പറഞ്ഞില്ല എങ്കിൽ വീണ്ടും എൻ്റെ കയ്യിൽ 50 വർഷമില്ല ജീവിക്കാൻ. താൻ എയർപോർട്ടിൽ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചത് എനിക്കറിയായിരുന്നു. അത് പറഞ്ഞത് കൂൾ മിഷേലല്ല. നമ്മൾ തമ്മിൽ ഇനിയും അടുക്കുമോ എന്ന് ഭയക്കുന്ന ഒരു പാവം പെണ്ണാണെന്ന്. പക്ഷേ എൻ്റെ പ്രതീക്ഷയിൽ തന്നെ കാണാനുള്ള ആഗ്രഹത്തിലാണ് താൻ കോടാലി വെച്ചത്. മിഷേൽ അവൻ്റെ മുഖത്ത് നോക്കിയിരുന്നു. പണ്ടൊരിക്കലും എനിക്കൊരു കൂട്ട് വേണമെന്ന് തോന്നിയില്ല.
അല്ലെങ്കിൽ തോന്നിയപ്പോൾ കിട്ടിയില്ല. പിന്നെ അതൊക്കെ മറന്നു. ഇപ്പോഴും നിർബന്ധമില്ല. പക്ഷേ താൻ എൻ്റെ കൂടെ ഉണ്ടാവണമെന്നൊരാഗ്രഹം. വിവാഹമെങ്കിൽ അങ്ങനെ, അതല്ല ഒരു ലിവിങ് റിലേഷനാണെങ്കിൽ അങ്ങനെ, അതല്ല ഇതൊന്നിനോടും തനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു നല്ല കൂട്ടുകാരനായി തൻ്റെ കൂടെ. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടാകും, എന്നെ ഒന്നിനും മാറ്റി നിർത്തരുത്. നമ്മൾ കൊച്ചു കുട്ടികളല്ല മിഷേൽ, പ്രായവും പക്വതയായവരാണ്. ഒരു കൂട്ട് ഈ പ്രായത്തിൽ വേണമെന്ന് തോന്നിയത് തെറ്റായി എനിക്ക് തോന്നിയില്ല. അതുപോലെ അത് താൻ തന്നെ ആയിരിക്കണമെന്ന് തോന്നിയതും തെറ്റായിട്ട് തോന്നിയില്ല. എൻ്റെ മനസ്സാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ചിന്തകളിൽ എന്നോ താനൊരു ഭാഗമായി. ഇനി പുറകോട്ട് പോകാൻ സാധിക്കില്ല എന്നല്ല, എനിക്ക് വയ്യ. മരണം ഈ മടിയിൽ കിടന്നു വേണമെന്ന് ആഗ്രഹിച്ചു. ജോലിയിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞുള്ള ദേശാടനം തൻ്റെ ഒപ്പം ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങി. മഞ്ഞ് വീഴുന്ന താഴ്വരയിൽ തീ കായുമ്പോൾ കയ്യിൽ തൻ്റെ വിരലുകൾ ഉണ്ടാവണമെന്ന് മോഹിച്ചു. BP കൂടി തലയ്ക്ക് ഭാരം ഉണ്ടാവുമ്പോൾ തൻ്റെ തോളിൽ തലവെച്ച് കിടക്കണമെന്ന് കൊതിച്ചുപോയി. ഉണ്ടാവോ കൂടെ എൻ്റെ മിഷുവായിട്ട്? എൻ്റെ സ്വകാര്യതയിൽ താൻ എനിക്ക് എൻ്റെ മിഷുവാണ്. ഞാനത് ഒളിക്കുന്നില്ല. പറഞ്ഞേ, കൂടെ ഉണ്ടാവോ എൻ്റെ മാത്രം മിഷുവായിട്ട്? ഹരി പറഞ്ഞു കഴിഞ്ഞ് മിഷേലിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അവളും അവന്റെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു, ഒന്നും പറയാതെ. ഇമകൾ പോലും ചിമ്മാൻ അവൾ മറന്നു. അവൻ പറഞ്ഞതെല്ലാം കേട്ടോ എന്ന് പോലും തോന്നിപ്പോകുന്ന പോലുള്ള മുഖഭാവം. മിഷേൽ, ഓ സോറി, ഞാൻ പൊക്കോട്ടെ? അവളുടെ ചോദ്യം കേട്ട് ഹരി ഒന്ന് അന്താളിച്ചു. എങ്കിലും പിന്നെ മുഖത്തൊരു ചിരി വരുത്തി പറഞ്ഞു, ആയിക്കോട്ടെ. മിഷേൽ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് നടന്നു. മിഷേൽ, ജി സാബ്, ഉച്ചയ്ക്ക് താൻ ഫുഡ് കൊണ്ടുവരണ്ട, തനിക്ക് ബുദ്ധിമുട്ടാകും. ഞാൻ അവിടേക്ക് വരാം. ശരിയെന്ന് തലകുലുക്കി അവൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി. ഹരി കുറേ നേരം കണ്ണുകൾ അടച്ച് സോഫയിൽ തന്നെ ഇരുന്നു. മനസ്സിലൊരു സമാധാനം വന്ന് നിറഞ്ഞുവെങ്കിലും കൂടെ തന്നെ ഒരു അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. ഒരു തീക്കളിയാണ് കളിച്ചത്. ചിലപ്പോൾ എന്നേക്കുമായി അവൾ എന്നോട് സഹകരിക്കാതെയാകാം. അങ്ങനെയായാൽ ഇല്ല, അതുണ്ടാവില്ല, എൻ്റെ വിശ്വാസമാണ്. ഞാൻ പറഞ്ഞതെല്ലാം അവൾ കേട്ടല്ലോ, അത് തന്നെ ഭാഗ്യം. ടെൻഷനായി കാണും, പാവം പെണ്ണ്. ഒന്നും ഇത്ര പെട്ടെന്ന് പറയണമെന്ന് വിചാരിച്ചതല്ല. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ ഞാൻ ഇഷ്ടപ്പെട്ടതല്ല. എൻ്റെ സ്നേഹം, എൻ്റെ പ്രണയം അവൾ സ്വയം മനസ്സിലാക്കി എന്നിലേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇല്ല, ഈ ഒരു കാര്യത്തിൽ എൻ്റെ മനസ്സ് ഇത്രയും ലോലാണെന്ന് തെളിയിച്ചു. അല്ലെങ്കിൽ തന്നെ അവളെ വിളിക്കാൻ എയർപോർട്ടിൽ ചെല്ലണ്ടെന്ന് പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ട് എൻ്റെ BP ഇത്ര കൂടുമോ? അവളെ നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് എന്നെക്കൊണ്ട് ഇത് ചെയ്യിച്ചത്. ലിസി വഴി ടോമിച്ചൻ അറിഞ്ഞ മിഷേലിന്റെ 2ാം വിവാഹം നടത്താൻ ശ്രമിക്കുന്നത് അറിഞ്ഞതുകൊണ്ട് കൂടിയാവും ഞാൻ ഇത്ര നെർവസ് ആയത്. പാടില്ലായിരുന്നു, കയ്യിന്ന് പോയി. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? പക്ഷേ 2ാം വിവാഹത്തെക്കുറിച്ച് അവൾക്ക് വലിയ ടെൻഷനുള്ളതായി കണ്ടില്ല. കൂളായി തന്നെയാണ് എന്നോടത് പറഞ്ഞത്. അതിനർത്ഥം അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തന്നെയല്ലേ? എന്താകും ഞാൻ എൻ്റെ സ്നേഹം പറഞ്ഞതിനോട് അവളുടെ മറുപടി? പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവളുടെ മനസ്സറിയാനുള്ള ആഗ്രഹമാണ്. എങ്കിലും തനിയെ പറയട്ടെ, ഞാൻ ചോദിക്കില്ല. മിഷു, നീ വന്നാലും ഇല്ലെങ്കിലും നിനക്ക് ചുറ്റും തന്നെ ആയിരിക്കും പെണ്ണെ ഞാൻ. ഹരിയുടെ മുഖത്ത് ഒരു പ്രണയപുഞ്ചിരി വിരിഞ്ഞു. അവന് തന്നെ അതിശയം തോന്നി. ഈ പ്രായത്തിലും എന്നിലെ കാമുകൻ ആക്റ്റീവാണ്. ഇതേ സമയം വീട്ടിലെത്തിയ മിഷേൽ മനസ്സിലൊന്നും കടന്നു വരാതിരിക്കാൻ വല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. അവൾ ഒന്നും ഓർക്കാൻ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഭയന്നു എന്നതാണ് ശരി. കുറെ നേരം സോഫയിൽ തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു. മിലി, അപ്പൻ, ജെറിൻ, വിൻസിച്ച, അങ്ങനെ പലരുടെയും മുഖം അവളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. വരുന്ന ചിന്തകളെ മായ്ച്ചു കളയാൻ അവൾ ഫോണിൽ ഉറക്കെ പാട്ട് വെച്ചു. ആ പാട്ടുകളും അവൾക്ക് പ്രയോജനമാകുന്നില്ല എന്ന് കണ്ട് അവൾ ഭക്തിഗാനങ്ങൾ വെച്ചു. എന്നിട്ടും മനസ്സിൽ ഹരിയുടെ വാക്കുകൾ കടന്നു വരുന്നതറിഞ്ഞ അവൾ സ്പീക്കറിൽ കൂടി വരുന്ന ശബ്ദത്തിന്റെ കൂടെ തന്നെ പാടിത്തുടങ്ങി. ഒരു പരിധിവരെ അവളുടെ തന്നെ ശബ്ദം അവളുടെ ചിന്താമണ്ഡലത്തെ നിയന്ത്രിച്ചു. പക്ഷേ പലപ്പോഴും അവളുടെ ചെവിയിൽ ശബ്ദം വീഴുന്നതിനേക്കാൾ ശക്തമായി അവളുടെ മനസ്സ് പ്രവർത്തിച്ചു. ഹരിയുടെ ഓരോ വാക്കുകളും കീറി മുറിച്ച് അതിന്റെ അർത്ഥം തിരയാൻ തുടങ്ങിയ മനസ്സിനെ വളരെ പ്രയാസപ്പെട്ടു അവളുടെ വരുതിക്ക് കൊണ്ടുവരാൻ. പിന്നെ സമയം കളയാതെ അവൾ ഉച്ചയ്ക്കത്തെ ആഹാരം ഉണ്ടാക്കുന്നതിൽ ബിസിയായി. ഇതിനിടയിലും അവൾ അറിയാതെ അവളുടെ മനസ്സ് എവിടെയൊക്കെയോ യാത്ര പോയി. പലപ്പോഴും അത് അവളിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ കണ്ണുനീരായി പുറത്തേക്ക് വന്നു. അവൾ പോലും അറിയാതെ അവളുടെ വിഷമം ചെറു തേങ്ങലുകളായി പുറത്തേക്ക് വരാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ അതിനെ അടക്കിയും മറ്റു ചിലപ്പോൾ ഒരു നിയന്ത്രണവുമില്ലാതെ അത് പുറത്തേക്ക് ശബ്ദമായി വിട്ടും അവൾ ജോലിയിൽ മുഴുകി. ഉള്ളി അരിയുന്നതിന്റെ കൂടെ നിറയുന്ന കണ്ണുകൾ ആദ്യമായി അവൾക്ക് സന്തോഷം നൽകി. കാരണം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ വല്ലാതെ മോഹിക്കുന്നുണ്ടായിരുന്നു.
ആഹാരമെല്ലാം ടേബിളിൽ എടുത്തു വെച്ച് കഴിഞ്ഞ് ഇനി എന്തെന്ന് കുറച്ചു നേരം ആലോചിച്ചു. അവസാനം അവൾ ഹരിക്കൊരു മെസ്സേജ് അയച്ചു. ഫുഡ് റെഡിയാണ്, പോരെ? ഓക്കെ, ഇപ്പൊ വരാം. പിന്നെയുള്ള 10 മിനിറ്റ് മിഷേൽ ഇത്രത്തോളം നെഞ്ചിടിപ്പ് മറ്റൊരിക്കലും അനുഭവിച്ചതായി ഓർമ്മയില്ല. കയ്യും കാലും വിറച്ചു. മനസ്സിൽ കൂടി ആദ്യമായി ആ ചിന്ത കൂടി കടന്നുപോയി. ഒറ്റയ്ക്കുള്ളപ്പോൾ ഒരു അന്യപുരുഷനെ വീട്ടിൽ വിളിച്ച് കയറ്റണോ? ഇന്ന് വരെ അങ്ങനൊരു ചിന്ത വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഹരിയെക്കുറിച്ച്. എപ്പോഴും കുടുംബത്തിലെ തന്നെ ഒരംഗത്തെ പോലെ മാത്രമാണ് അവൻ പെരുമാറിയിട്ടുള്ളത്. ഡോർബെൽ അടിച്ചപ്പോൾ അവളുടെ ഹൃദയത്തിൽ കൂടിയാണ് അതിന്റെ പ്രകമ്പനം ഉണ്ടായത്. മിഷേൽ നന്നായി ഒന്ന് ഞെട്ടി. ഉള്ളിലെ ചിന്തകളെ അടക്കി നിർത്തി മിഷേൽ വാതിൽ തുറന്നു. എപ്പോഴുമുള്ള ചിരിയോടെ തന്നെ ഹരി ഉള്ളിലേക്ക് വന്നു. അവനെ കണ്ടതും മിഷ്ടി ചാടി അവന്റെ പുറത്തേക്ക് കയറി. മിഷ്ടി, മാറിക്കേ. സോറി സാബ്. സാരയില്ലടോ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കാണുന്നതല്ലേ അവള്. അതിന്റെ ഒരു സ്നേഹമാണ്. അവളുടെ ഗംഗയുടെ സ്വന്തം അല്ലേ ഞാൻ. പിന്നെ അതിനറിയില്ലല്ലോ നമ്മളെപ്പോലെ ഉള്ളിലെ ഫീലിങ്സ് ഒതുക്കി വയ്ക്കാൻ. മിഷേൽ ഒന്ന് പുഞ്ചിരിച്ചു. വിഷയം മാറ്റാനായി മിഷേൽ പറഞ്ഞു, സാബിരുന്നേ, ഞാനൊന്ന് BP നോക്കാം. ഓക്കെ, അതിപ്പോ നോർമലായി കാണും. എന്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് പോയില്ലേ, അതുകൊണ്ട് റിലാക്സ് ആണ് ഞാൻ. തനിക്കിനി കൂടിയിട്ടുണ്ടോ BP? ഹേയ് ഇല്ല, അങ്ങനെയൊന്നും എനിക്ക് BP കൂടാറില്ല. അത് നന്നായി. ഹരി പറഞ്ഞതുപോലെ അവന്റെ BP കുറഞ്ഞിരുന്നു. മിഷേൽ വീണ്ടും അവനെ നോക്കി ചിരിച്ചു. ഇപ്പൊ കുഴപ്പമില്ല. ചോറ് കഴിക്കാൻ അവർ രണ്ടും ഒന്നിച്ചു തന്നെയാണ് ഇരുന്നത്. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.